അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന എമ്പുരാന്റെ ട്രെയിലർ റിലീസായി. മാർച്ച് 20 ഉച്ചയ്ക്ക് 1 മണിക്ക് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന ട്രെയിലർ തലേ ദിവസം ലീക്ക് ആയതുകൊണ്ട് എമ്പുരാന്റെ പ്രൊഡക്ഷൻ ടീം രാത്രി 12 മണിക്ക് തന്നെ ട്രെയിലർ ഇറക്കിവിട്ടു. എന്നാലും ട്രെയിലർ റിലീസ് ആവാനായിട്ട് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോ ആരടാ ഇതൊക്കെ ലീക്ക് ആക്കുന്നത്? സോ എന്തായാലും നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. അതുകൊണ്ട് ഈ ട്രെയിലറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നതിൽ പലതും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ട്രെയിലറിന്റെ തുടക്കം തന്നെ PKRന്റെ വോയിസ് ഓവറിലൂടെയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ടോവിനോയെയും കാണിക്കുന്നുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും ലൂസിഫറിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് എമ്പുരാനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് സുരാജിന്റെ ക്യാരക്ടർ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതാണ്. സുരാജിന്റെ ക്യാരക്ടറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ലൂസിഫറിലെ ഷാജോന്റെ ക്യാരക്ടറിന്റെ ബ്രദറായിട്ടാണ് സുരാജ് എമ്പുരാനിൽ അഭിനയിക്കുന്നത്. ഈ സീനിലെ പാർട്ടി സമ്മേളനത്തിൽ മഞ്ഞ കളറിലുള്ള ഒരുപാട് പുതിയ കൊടികൾ കാണിക്കുന്നുണ്ട്. അത് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം അഖണ്ഡ ശക്തി മോർച്ച എന്നാണ് ഈ പാർട്ടിയുടെ പേര്. ഈ പേര് കേട്ടിട്ട് ഈ ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ഒരു പാർട്ടി കൊടിയാവാനാണ് സാധ്യത. ഈ ട്രെയിലറിൽ ഖുറൈഷി എബ്രാഹിമിനെ കാണിക്കുമ്പോൾ അതിനൊപ്പം തന്നെ 7 രാജ്യങ്ങളുടെ പേരുകളും എഴുതി കാണിക്കുന്നുണ്ട്. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന. ഒന്നുകിൽ ഖുറൈഷി എബ്രാഹിമിന്റെ ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നത് ഈ രാജ്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ഖുറൈഷി എബ്രാഹിം ഈ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് വലിയ ക്രൈംസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഒരുപാട് ആർമി ഓഫീസേഴ്സ് ഖുറൈഷി എബ്രാഹിമിനെ പിടിക്കാൻ വരുന്നതായി ടീസറിലും ട്രെയിലറിലും കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു വലിയ കലാപം നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നോർത്ത് ഇന്ത്യയിൽ തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഈ ഒരു ക്യാരക്ടർ നടന്നു വരുമ്പോൾ സൈഡിൽ ഹിന്ദിയിലൊക്കെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. മാത്രമല്ല ആ ലാൻഡ്സ്കേപ്പും കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ വൈബാണ് ഫീൽ ചെയ്യുന്നത്. തൊട്ടടുത്ത സീനിൽ ഇന്ദ്രജിത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. സ്റ്റീഫനോട് തിരിച്ചു വരാനും തിരിച്ചു വന്ന് തന്റെ ഗോഡ്സ് ഓൺ കൺട്രിയെ സേവ് ചെയ്യാനും. അപ്പോ നോർത്തിൽ നടക്കുന്ന ഈ കലാപങ്ങൾക്കും കേരളത്തിലെ കലാപങ്ങൾക്കും കോമൺ ആയ ഒരു ലിങ്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ പടം ഇറങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ഈ സീനിൽ കുറെ ആളുകൾ ഖുറൈഷി എബ്രാഹിമിന്റെയും സയ്യിദ് മസൂദിന്റെയും നേരെ ആക്രമിക്കാനായി ഓടി വരുന്നുണ്ട്. പൃഥ്വിയുടെയും അവർക്ക് നേരെ ഓടി വരുന്നവരുടെയും ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടിട്ട് ഇതും നോർത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ നടക്കുന്ന ഒരു സീനായിരിക്കും. സോ ഈ സീനുകളെല്ലാം മോസ്റ്റ്ലി പൃഥ്വിയുടെ ക്യാരക്ടർ സയ്യിദ് മസൂദായി ഖുറൈഷി എബ്രാഹിമിന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള ഫ്ലാഷ് ബാക്ക് ആവാനാണ് സാധ്യത. ഈ ഒരു ഷോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഷോട്ടാണ്. ഈ ഡ്രാഗന്റെ സിമ്പിളുള്ള കോട്ടിട്ട് നിൽക്കുന്ന ഈ പുള്ളിയാണ് ഈ പടത്തിലെ മെയിൻ വില്ലൻ. മെയിൻ വില്ലൻ ആരാണെന്ന് പ്രൊഡക്ഷൻ ടീം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ട്രെയിലറിലെ ഒരു ഷോട്ടിൽ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് കണ്ടിട്ട് കുറെ പേര് പറയുന്നത് ഈ പടത്തിലെ മെയിൻ വില്ലൻ ഫഹദും മമ്മൂക്കയും ഒക്കെ ആണെന്നാണ്. എന്നാൽ ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആക്ടർ ആവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ 90% ഇതിലെ മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത് റിക്യൂൻ ആവാനാണ് കൂടുതൽ ചാൻസ്. ഈ പുള്ളി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, നിഞ്ച അസാസിയൻസ് എന്നിങ്ങനെ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ്ലി റിക്യൂൻ ആയിരിക്കും ഈ പടത്തിലെ മെയിൻ വില്ലൻ. 4 മിനിറ്റ് അടുത്തുള്ള ഈ ട്രെയിലറിൽ മെയിൻ ആയിട്ടുള്ള കഥ എന്താണെന്ന് അധികം റിവീൽ ചെയ്യാതെ അതിഗംഭീരമായിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഫൈനലി മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി ഇനി ബിഗ് സ്ക്രീനിൽ.